നെഞ്ചിനുള്ളിൽ കോൺഗ്രസ് ആണ്, വണ്ടിക്കുള്ളിൽ MDM ആണ്, വലിച്ചു കഴിഞ്ഞാൽ സ്വർഗമാണ് സായിവേ. എടാ അന്ധം കമ്മി പൊട്ട, നിങ്ങളല്ല ഇപ്പോൾ ഭരിക്കുന്നത് UDF സർക്കാരാണ്. UDF സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രിയുടെ പോലീസ്, അതായത് രമേശ് ചെന്നിത്തലയുടെ പോലീസാണ് MDMA കേസുകൾ പിടിച്ചിട്ടുള്ളത്. അതിൽ ഏതു പാർട്ടിയെന്നോ ഏത് രാഷ്ട്രീയക്കാരനോ ഏതു മതക്കാരനോ ഇല്ല. അതാണ് UDF സർക്കാരിന്റെ നിലപാട്. പിന്നെ നിങ്ങൾ ഭരിച്ചിരുന്നപ്പോൾ 2024-23 കാലഘട്ടത്തിൽ 36,000-ഓളം MDMA കേസുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ആരും ഒരു നിലപാടും എടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്ന മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ള ചെറുപ്പക്കാരനെ ഒരു KSUക്കാരനും ന്യായീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ ഒരു UDFകാരനോ അവനെ ന്യായീകരിച്ചിട്ടില്ല. ഈ പറഞ്ഞ മുഖ്യമന്ത്രി പോലും ന്യായീകരിച്ചിട്ടില്ല. അവനിപ്പോൾ ജയിലിലാണ്. പക്ഷെ നിങ്ങൾ ഭരിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ ഒരു MLAയുടെ മകനെ MDMAയുമായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നാൽ അവനെതിരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. നടപടിയെടുത്ത പോലീസിന്റെ സ്ഥലമാണ് നിങ്ങൾ മാറ്റിയത്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീയുടെ കൈയുണ്ടല്ലോ, ഇവർ CPM പ്രവർത്തകയാണ്. ഇവർക്ക് മികച്ച അധ്യാപകയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ഒരു സ്ത്രീയാണ്. ഇവരടക്കം 3 ടീച്ചർമാരെയാണ് MDMAയുമായിട്ട് പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ DYFIയിലെ ഒരു വലിയൊരു പ്രവർത്തകൻ പറയുകയാണ്, ഞങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ DYFIയിൽപ്പെട്ട ഒരു പ്രവർത്തകനെയും ഇന്നേ വരെ MDMAയുമായിട്ട് പിടിച്ചിട്ടില്ലെന്ന്. എന്നാൽ അഖിലേഷ്, മുഹിസിൻ, അഖിൽരാജ് ഇവരൊക്കെ DYFIയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന അംഗങ്ങളാണ്. അങ്ങനെ എത്ര SFIയിൽ അല്ലെങ്കിൽ CPMയിൽ ഒരുപാട് പ്രവർത്തകരെ പിടിച്ചിട്ടില്ലേ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത്? ഞാൻ ഒരു പാർട്ടിയും നോക്കില്ല, അല്ലെങ്കിൽ ഏതു പാർട്ടിയായാലും ഏതു മതമായാലും ഏതു മനുഷ്യനായാലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നാണ്. നിങ്ങൾ ഭരിച്ചിരുന്നപ്പോൾ 3600ഓളം കേസുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനു പുറമെ എത്ര സഖാക്കളെയാണ് പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. പക്ഷേ KSUയിൽപ്പെട്ട അല്ലെങ്കിൽ കോൺഗ്രസിൽപ്പെട്ട ഒരു പ്രവർത്തകനെ പിടിച്ചു കഴിഞ്ഞാൽ ആരും ന്യായീകരിക്കില്ല, ആരും സമരത്തിനും ഇറങ്ങില്ല. കേട്ടോ? ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി.